ഹലോ ചങ്ങായിമാരെ, മുഹമ്മദ് സ്വാഗതമാണ്. നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തയിലെ ഏറ്റവും വലിയ പോത്തുകളെ അടുത്താണ് കേട്ടോ. ഏറ്റവും നല്ല ടോപ്പ് ഹെവി കന്നുകൾ ധാരാളം ഇന്ന് ചട്ടിപ്പറമ്പ് ചന്തയിൽ വന്നിട്ടുണ്ട്. പരമ്പര കർഷകൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലൊക്കത്തെ എല്ലാ ഒരുവിധം ചന്തയിലെ കന്നുകളെ എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് പഠിക്കുക. ഇതൊക്കെ ഒന്ന് കണ്ടാളേ. നമ്മളെ ഫോണിൽ കൊള്ളാത്ത കോലത്തിലുള്ള കന്നാണ് കേട്ടോ. അത്രയും വലിയ കിൻഡലണക്കിൽ ഇറച്ചുള്ള കന്നുകൾ, നമ്മളെ മജീദിൻ്റെ കന്നുകളാണ് ഇതൊക്കെ. അതുപോലെ നമ്മളെ വാവാക്കാൻ്റെ അടുത്തൊക്കെ ധാരാളം കന്നുകൾ വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. വലിയ കന്നുകളെ മാത്രമുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത്. വലിയ കന്നുകൾ മാത്രം, ഏറ്റവും ഹെവി കന്നുകൾ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കന്നുകളാണ്. അത് മജീദ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ കന്നുകളൊക്കെ 3-3.25 ചോദിക്കുന്നത് കേട്ടോ. കന്നുകളൊക്കെ ചോദിക്കുന്നത് 3-3.25 ഇതിൻ്റെ റേഞ്ച് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ കന്നാണ്. നിർത്താൻ പറ്റിയ ഒരു മേനി കന്നുകൾ കേട്ടോ. നല്ല കേടുവരുന്ന കന്നാണ്. അത്യാവശ്യം നല്ല ചൊറുക്കുള്ള കന്നുകൾ. അതേമാതിരി നമ്മളെ വാവാക്കാൻ്റെ കന്നുകളൊക്കെ ഉണ്ട്. ഒരുപാട് കന്നുകൾ, കൂടുതലും പൂട്ടും കന്നുകളാണ്. ടോപ്പ് കന്നുകൾ, ചൊറുക്കുള്ള കന്നുകൾ. എന്താ വില വയ്ക്കുന്നത്? എന്താ വില വയ്ക്കുന്നത്? 1.25 അല്ലേ? അത്യാവശ്യം നല്ല മുറ്റുള്ള പോത്താണ്. 1.25 ഇതിനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. നോക്കിക്കാൾ ഏത് തരായി കന്നുകളുണ്ട്. തരായി കന്നുകളല്ലേ? നാട്ടിലെ പോത്തല്ലേ? 3 പോത്താ? എത്ര? 3 ഉണ്ടല്ലേ? രജിസ്ട്രേഷനിലല്ലേ? വളർത്താൻ പറ്റിയ നല്ല നിർത്തേണ്ടവർക്ക് ഇനിയും അടുത്ത പെരുന്നാൾ വരെ നിർത്താൻ പറ്റിയ ആളുകളൊക്കെ നല്ല ടോപ്പ് കന്നുകളാണ്. കേട് കഴിഞ്ഞ കന്നുകൾ, കേട് കഴിഞ്ഞ് ഏകദേശം നല്ല ക്വാളിറ്റിയിലെത്തിയ കന്നുകളാണ്. എങ്ങനെ ചോദിക്കുന്നത്? വില വയ്ക്കുന്നത് എങ്ങനെ? വില വയ്ക്കുന്നത് 1.5 റുപ്യ വെച്ചിട്ട്. 2 1.5 അല്ലേ? 75 റുപ്യ അല്ലേ? അത്യാവശ്യം 2 കന്നിനെ പോലെ ചോദിക്കുന്നത് 1.5 റുപ്യ വെച്ചിട്ടാണ്. 1 ലക്ഷം വലിപ്പം കൂടുതലാണ്. 75 മേനിക്കാണ് പോലെ ചോദിക്കുന്നത്. അപ്പോൾ ചട്ടിപ്പറമ്പ് ചന്തയിൽ നേരിട്ട് വന്നാൽ ആൾക്കാർക്ക് നിർത്തേണ്ട കമ്പക്കാർക്ക് പറ്റിയ കന്നുകൾ ധാരാളമുണ്ട്. നല്ല തരായി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കന്നുകൾ. ഒത്തുങ്കന്ന് വളർത്താൻ താല്പര്യമുള്ള ആളുകൾ ഒക്കെ പറ്റൂലേ? നല്ല സൈസ് കന്നാണ്. നല്ല ചെറിയ മോനത് അവിടെ ഒരു പോത്തിനെ പിടിച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ല കിടിലൻ ജാതി പോത്ത്.
പോത്തിനൊക്കെ ഒന്ന് കണ്ടാളില്ല. ഇതുപോലൊക്കെ പോത്തുകൾ ധാരാളം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇറച്ചി മീറ്റുള്ള പോത്തുകൾ, ഹക്കീക്കത്തിറക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒറ്റപ്പോത്തായിട്ടാണ് ഒരു കന്നിൻ്റെ ഒക്കെ ആവശ്യക്കാർക്ക്. $2.5 ചങ്ങന്മാരതിനൊക്കെ വില ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി പോത്തുകളെ കൊടുത്തപ്പെട്ട കാലൊക്കെ ഒന്ന് കണ്ടത്. അത്യാവശ്യം നല്ല മുറാപ്പോത്തുനിന്ന് തെളിവിന് വേറൊന്നും വേണ്ട, നല്ല ക്വാളിറ്റി ഉള്ള പോത്ത്. ഇതുപോലൊക്കെ പോത്തുകൾ ആവശ്യമുള്ള നേരെ ചട്ടിപ്പറമ്പ് ചന്തയിൽ പോയി. നമ്മളെ മജീദ് ഭായിൻ്റെ കന്നാണ് കേട്ടോ. മജീദിൻ്റെ കന്ന് മജീദിനോട് ചോദിച്ചു നോക്കുക. അത്യാവശ്യം നല്ല ഹെവി കന്നുകൾ. ഇതെന്താ റേറ്റ് ഇതിനൊക്കെ ചോദിക്കുന്നേ? 3.75. ആ സ്വര 5 വീതമൊക്കെ ഉണ്ടാവില്ലേ? എത്ര ഉണ്ടാവും? 6 ഇഞ്ചിലുണ്ടാവും എന്നാറുണ്ട്. അത്യാവശ്യം നല്ല ഹെവി സൈസ് പോത്താണ്. ഇവിടെ പന്നിയിൽ ഏറ്റവും വലിയ ഹെവി ആയിട്ടുള്ള പോത്തുകളെ പെട്ടാണ് ഇത്. 3.75 ചോദിക്കണ്ടേ അല്ലേ? അപ്പോൾ കച്ചവടത്തിൻ്റെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ മറ്റേതിൻ്റെ അപ്പുറത്തുള്ള ഒന്ന് നമ്മളെ ക്യാമറയിൽ കൊള്ളുന്നുണ്ട്. ഫോണൊന്നും കൂടി വലിയ ഫോണാണെന്നാണ് തോന്നുന്നത്. എന്താണെന്നാൽ സ്ക്രീനിൽ എത്തണില്ല. ഒരാളായിട്ട് ഇത്രയും ഫോൺ വലുതാക്കണം. ഫോണിൽ ഒരു 5.5 അടിയിലേറെ പൊക്കുണ്ടാവും അല്ലേ? 6 അടിയില്ലേ? ആ കാക്കേനെ ഒരു 6 അടിയോളം പൊക്കുണ്ടാവും. ആ ജെയ്ത് സൈസ് കന്നാളാണ്. ഇതിപ്പോൾ എത്ര വയ്ക്കുന്നതിന്? 3.25. അതുപോലൊക്കെ ഒരു കന്നും കൂടി നമ്മുടെ 2.50 അല്ലേ? ആ നല്ല വേണം അല്ലേ? കബലായിട്ട് ബന്ധപ്പെട്ടോളി. വലിയ കന്ന് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കന്നുകൾ വേണമെന്നുള്ള ഹക്കീക്കത്തിറക്കാൻ കമ്പുള്ള ആളുകൾ മജീദിനായിട്ട് വന്നാൽ നമ്മളെ നമ്പർ ഒന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാലും കാണുക? മഞ്ചേരിയിൽ. അപ്പോൾ വലിയ പോത്തുകൾ ആവശ്യമുള്ള ഏറ്റവും ഹെവി പോത്തുകൾ ആവശ്യമുള്ള ആളുകളെ മഞ്ചേരി മജീദിനായിട്ട് വന്നാൽ ഓരോന്നിൻ്റെ റേറ്റ് എല്ലാറ്റിൻ്റെ റേറ്റ് പോകും പറഞ്ഞിട്ടില്ല. ഇതുപോലെയൊക്കെ ഹെവി കുഞ്ഞും കന്നുകൾ വേറെയുണ്ട്. ഇവിടെ കണ്ട് കന്നുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കന്നുകൾ. അല്ല ഞാൻ കുട്ടികൾക്ക് കാലപ്പിൽസം കാണാൻ കുട്ടികൾക്ക്. കടക്കി പോത്തുങ്കന്നുകളാണ് മക്കളെ. ഏത് തരായി പോത്തുങ്കന്നുകൾ വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് ചട്ടിപ്പറമ്പ് ചന്തയിൽ കൂടുതൽ പോത്തുങ്കന്ന് ധാരാളം വന്നിട്ടുണ്ട്. വിവിധ സൈസിലുള്ള പോത്തുങ്കന്നാണ്. അപ്പോൾ മടിക്കണ്ട, നേരിട്ട് പോന്നോളി. ചട്ടിപ്പറമ്പ് ചന്തയിൽ ഹക്കീക്കത്തിൻ്റെ അറിവേര് വളർത്താനുള്ള ആൾക്കാർ അത് തൊയ്ത്തുനിന്ന് ഇറക്കാൻ നിൽക്കണം. അത് ഇറക്കണേട്ടാ. വലിയ കന്നാളഞ്ഞു ഇറക്കാൻ പോണതാ. അടിപൊളി കന്നാണ്. ഓരോ ടീമിൻ്റെ കന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വൈകിട്ട് തോന്നുന്നുണ്ട് അല്ലേ? നേരത്തെ പാപ്പോക്കാൻ്റെ അല്ലേ? ഇവരുതല്ലേ? ആ അവിടെ അടിപൊളി കന്നുകൾ. കന്ന് വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കന്നൊക്കെ ഇപ്പോൾ ഇറക്കി കൊടുത്ത ഞങ്ങൾ അന്നങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോത്തുങ്കന്നുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുണ്ട്. ഒരുപാട് കന്നുകളെ അന്ന് വരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ പോകണുണ്ട്. നല്ല സൈസ് കന്നുകൾ പോത്തുങ്കന്നുകളെ.
പോകാൻ്റെ ഇതൊക്കെ നമ്മൾ തന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ലോഡ് വരാൻ വഴിയ ഇനി ഇറങ്ങണം അല്ലേ ആ നല്ല സൈസ് കന്നുകൾ എങ്ങനെ നല്ലൊരു ഇളം പശുട്ടാണ് കടിഞ്ഞിൽ പശുവാണ് 10 ലിറ്റർ കറക്കുന്നുണ്ട് പറഞ്ഞ് എൻ്റെ നല്ലൊരു കുട്ടിയുണ്ട് നല്ലൊരു കാളക്കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പശു ചന്തപ്പൈക്കൽത്തി പെട്ടതല്ല ചന്തപ്പൈ നേട്ടാണ് അവിടെ മടിക്കെട്ടൊക്കെ അല്ലേ അതിൻ്റെ കുട്ടിയാണിത് പാലുണ്ട് കുടിച്ചിട്ടേ നല്ല സൂപ്പർ ഒരു മോരിക്കുട്ടി കാളക്കുട്ടി കണ്ടാളെ ഇങ്ങനെ തുമ്പിലെടുത്തിട്ടേ ചോറുള്ള കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ